എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും മന്ത്രി. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെബിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ട്രേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെബിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. UP വിഭാഗത്തിൽ കോട്ടാറ്റ് സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റത്തൂർ SKHSഉം കിരീടം ചൂടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. തൃശൂർ പൂത്തോൾ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മുഖ്യമന്ത്രിയുടെ 2024 എക്സൈസ് മെഡൽ വിതരണവും പരിശീലനം പൂർത്തിയാക്കിയ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പ്രതിജ്ഞയെടുത്തുകൊണ്ട് എക്സൈസ് സേനയുടെ ഭാഗമായ ഈ ദിവസം നിങ്ങൾ ഓരോ സേനാംഗങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഇന്ന് ഒരു ജോലിയുടെ ഭാഗമായി മാറുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതും കൂടിയാണ് ചെയ്യുന്നത്. 134 പേർ ഇന്ന് പുതുതായി എക്സൈസ് സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ ഇവിടെ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാവരും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായത്. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് പുരസ്കാര വിതരണവും മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ വിതരണവും മന്ത്രി നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികളിൽ 71 ബിരുദധാരികൾ, 20 ബിരുദാനന്തര ബിരുദധാരികൾ, ഒരു MTech ബിരുദധാരി, 24 BTech ബിരുദധാരികൾ, ഒരു BAMS ബിരുദധാരി, ഒരു BDS ബിരുദധാരി, 4 BDS ബിരുദധാരികൾ, 5 ഡിപ്ലോമ ബിരുദധാരികളും ഉൾപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ നിയമനം ലഭിച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള M അനന്തുവും സഹോദരിയായ M അർച്ചനയും പാസിംഗ് ഔട്ട് പരേഡിൽ ഒരുമിച്ച് പങ്കെടുത്തതും കൗതുക കാഴ്ചയായി. ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, എക്സൈസ് അക്കാദമി ഡയറക്ടർ TM മജു എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, മറ്റു വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെബിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ട്രേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെബിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെബിതയുടെ ആഗ്രഹത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. ആനയെയും പൂരത്തെയും കാവിനെയും കേരള സംസ്കാരത്തെയും കലയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പെബിത സേത്തിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. തന്റെ 84-ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെബിത സേത്ത് പറഞ്ഞു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെബിതയുടെ ആഗ്രഹത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. പൗരത്വരേഖ കൈമാറ്റത്തെ അപൂർവമായ നിമിഷമെന്നാണ് ജില്ലാ കളക്ടർ വിശേഷിപ്പിച്ചത്. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ആണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ സാധാരണ രജിസ്ട്രേഷനാണ് തരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. ഇപ്പം മാഡം 2024 അപ്ലൈ ചെയ്തത്.
അപ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സിറ്റിസൺഷിപ്പിൻ്റെ. ഇന്നിപ്പോൾ ലാസ്റ്റ് പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിസൺഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡും ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയായി. കേരള സംസ്കാരത്തെയും കലയെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിച്ച പെപിതയെ 2012 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛൻ്റെ ഡയറിയിൽ നിന്ന് ഇന്ത്യയെ അറിഞ്ഞ പെപിത തൻ്റെ 27ാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തേടി ഇറങ്ങുന്നത്. ഫോട്ടോഗ്രാഫിയെയും എഴുത്തിനെയും ഏറെ സ്നേഹിച്ച പെപിതയ്ക്ക് തൃശൂർ പിന്നെ ജന്മനാടിനെ വെല്ലുന്ന പോറ്റമ്മയായി. മതപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ പെപിത പകർത്തിയ അപൂർവ ചിത്രം ലോകശ്രദ്ധ നേടി. 1981 ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെപിത നേടിയെടുത്തിരുന്നു. ആറ്റൻബറയുടെ ഗാന്ധി എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു പെപിതയുടെ ജീവിത പങ്കാളി. താൻ ഏറെ സ്നേഹിച്ച നാട് തന്നെ മകളായി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പെപിത സേത്ത്. താൻ എഴുതിയ ഇൻ ഗോഡ്സ് മിറർ ദ തെയ്യംസ് ഓഫ് മലബാർ എന്ന പുസ്തകം ജില്ലാ കളക്ടർക്ക് സമ്മാനിച്ചാണ് പെപിത സേത്ത് കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത്. മീഡിയ ടൈം, തൃശൂർ. കുഴൂർ ഗ്രാമീണ വായനശാല ജനപ്രതിനിധികൾക്ക് സ്വീകരണവും യുവ എഴുത്തുകാരുടെ സംഗമവും സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക പ്രതിനിധി PK കിട്ടൻ ഉദ്ഘാടനം ചെയ്തു. പലതും നിർജ്ജീവമായും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു 9 പതിറ്റാണ്ടുകൾ പിന്നിട്ട് നവതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു വായനശാല. അത് സജീവമായ പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വായനശാലയാണ് ഈ വായനശാല. എനിക്ക് ഈ വായനശാല ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ആരോഗ്യ മാഷും ഒക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളും ഈ വായനശാലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നടക്കുന്ന പരിപാടികളെ കുറിച്ചൊക്കെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ലൈബ്രറി എന്നുള്ള സംവിധാനം, അതുപോലെ തന്നെ ക്ലാസ് റൂം ലൈബ്രറി തുടങ്ങിയ നിരവധി പരീക്ഷണങ്ങൾ മറ്റ് ഒരു വായനശാലകളിലും പരീക്ഷിക്കപ്പെടാത്ത ഒരുപാട് നൂതന ആശയങ്ങൾ കൊണ്ടുവരികയും അതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുക മാത്രമല്ല വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വായനശാലയാണ് കുഴൂരിൻ്റെ വായനശാല. വായനശാല പ്രസിഡന്റായി ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിദ്യാധരൻ മുഖ്യാതിഥിയായിരുന്നു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം പോൾസൺ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം E കേശവൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ആൻസി വർഗീസ്, KB വിബീഷ്, നിത കൃഷ്ണൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തുടർന്ന് യുവ എഴുത്തുകാരുടെ സംഗമം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ UP വിഭാഗത്തിൽ കോട്ടാറ്റ് സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റത്തൂർ SKHSഉം കിരീടം ചൂടി. UP വിഭാഗം ഫൈനലിൽ മറ്റത്തൂർ SKHSനെയാണ് കോട്ടാറ്റ് തോൽപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ചെമ്പുച്ചിറ GHSനെ തോൽപ്പിച്ചാണ് മറ്റത്തൂർ SKHS കിരീടം ചൂടിയത്. ടൂർണമെന്റ് മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ED ശശി അധ്യക്ഷനായി. വിവേക് കളരിക്കൽ, ഡോക്ടർ G നിതീഷ് ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജയികൾക്ക് കൗൺസിൽ സെക്രട്ടറി ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാനത്തെ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ വില്ലേജ് ജഡ്ജിയായി നിയമനം ലഭിച്ച ശങ്കരൻ ചാത്തപ്പറമ്പിന്റെ 49ാമത് സ്മൃതി ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടത്തി. ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയോടെ വടക്കേനടയിൽ കോടതി പരിസരത്ത് സംഘടിപ്പിച്ച ദിനാചരണം ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന അന്നത്തെ കാലത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ SSLC പാസ്സാകുകയും വില്ലേജ് ന്യായാധിപനായി നിയമനം ലഭിക്കുകയും ചെയ്തു എന്നത് ഓർമ്മിക്കപ്പെടേണ്ടതും പുതുതലമുറയെ പരിചയപ്പെടുത്തേണ്ടതുമാണെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ CS തിലകൻ അധ്യക്ഷനായി. PR ബാബു, സുഗുണൻ പ്രിയദർശിനി, പാർത്ഥസാരഥി, കുഞ്ഞു മുഹമ്മദ് കണ്ണാകുളത്ത്, KA രമേശൻ, KS ഗണേശൻ എന്നിവർ സംസാരിച്ചു. മാള ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസ് ഏകദിന പ്രഥമ ശുശ്രൂഷ സെമിനാർ നടന്നു.
അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടന്ന പരിപാടി മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഡോക്ടേഴ്സാണ്. അവർക്ക് ഒരുപാട് ജോലിത്തിരക്ക് ഉള്ള വ്യക്തിത്വങ്ങളാണ്. എങ്കിൽ കൂടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സേവനം അനുഷ്ഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും മുഴുവനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അത് നൽകുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് അംഗം രേഖ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഷീജ ജോർജ്, PT രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജിൽ നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് റിഗാലോ 2K26 സമാപിച്ചു. സമാപന ദിവസം ഡിസൈനർ കോൺടെസ്റ്റ് റാബ്ത, ഫാഷൻ ഷോ ബ്രൂക്സി എന്നിവ അരങ്ങേറി. മോഡൽ ഗ്രൂമറും ഫാഷൻ കൊറിയോഗ്രാഫറും ഫാഷൻ ഷോ ഡയറക്ടറുമായ ജൂഡ് ഫെലിക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. And thank you once again. I can't wait to see the whole thing to happen. So a very good morning everybody, and I want to see people hooray. Come on. Which college you are representing? It's Carmel Council. Let's see here, Carmel College. Come on guys. Yeah, that's the energy. Come on. So see you soon. Thank you. റൺവേ മോഡൽ സുസ്മിത മാത്യൂസ്, പ്രശസ്ത സിനി ആർട്ടിസ്റ്റും മോഡലുമായ റോസ് സജിത്ത്, ജൂഡ് ഫെലിക്സ് എന്നിവർ വിധികർത്താക്കളായിരുന്നു. റാബ്ത ഡിസൈനർ കോൺടെസ്റ്റിൽ JD യൂണിവേഴ്സിറ്റി കോളേജ് ഡൽഹി, സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസ്, കുറുപ്പം റോഡ്, തൃശൂർ, കൊങ്ങു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈറോഡ്, കാലിക്കറ്റ് സെന്റർ ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈൻ, കോഴിക്കോട് എന്നിവർ ബ്രൂക്സി ഫാഷൻ ഷോയിൽ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തുടർന്ന് കാണികളെ ആവേശത്തിലാഴ്ത്തി യുവ റാപ്പ് സിംഗർ ഫെജോയുടെ ലൈവ് മ്യൂസിക് ബാൻഡ് പരിപാടിയും നടന്നു. ബിനോയ് വിശ്വം നയിച്ച LF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജാഥ അംഗങ്ങളായ CS സുജാത, M സ്വരാജ്, BP ജോസഫ്, M ഷിജു, യുജീൻ മൊറേലി, സംഘാടക സമിതി ചെയർമാൻ M രാജേഷ്, മുസ്താഖ് അലി, PB ഗീയസ് എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KB അബ്ദുൾ ഖാദർ, KK വത്സരാജ്, PK ചന്ദ്രശേഖരൻ, KG ശിവാനന്ദൻ, PK ഡേവിസ്, KB വസന്തകുമാർ, TK സുധീഷ്, T ശശിധരൻ, TK സന്തോഷ്, MR അപ്പുക്കുട്ടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ എല്ലാ പേരും എടുത്തു പറയുന്നില്ല. ഇവിടെയാണ് പുത്തൻ തലമുറയ്ക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ ഇതാണ് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടിയുടെ സ്ഥലം. ആ തമ്പുരാട്ടിയാണ് കോവിലകത്തെ അന്തേവാസിയാണ്. പക്ഷെ ആ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി പാവങ്ങൾക്ക് വേണ്ടി പണനയിക്കാൻ വന്നു. പാലിയം സമരത്തിൽ സടൻ കൊലപാതകങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യർ അവന്റെ മഹത്വത്തിന്റെ കൊടി തറപ്പിക്കാൻ പോരാടിയപ്പോൾ
LDFിന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം ക്യാപ്റ്റനും M സ്വരാജ് മാനേജറുമായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരും ജാഥയെ സ്വീകരിക്കാനെത്തി. തുടർന്ന് നടത്തിയ സ്വീകരണ യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷനായി. നേതാക്കളായ M സ്വരാജ്, CS സുജാത, P വസന്തം, MM വർഗീസ്, KV ബാലകൃഷ്ണൻ, യുജിൻ മൊറേലി എന്നിവർ സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PK മാത്യു, മുൻ MLA-മാരായ BD ദേവസി, MK ചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ഈ ജാഥ ഒരു ജാഥ മാത്രമല്ല, ജാഥകൾ 3 എണ്ണമുണ്ട്. ഒന്നിൻ്റെ ക്യാപ്റ്റൻ സഖാവ് ഗോവിന്ദൻ മാഷാണ്, മറ്റൊന്നിൻ്റെ ക്യാപ്റ്റൻ ശ്രീ ജോസ് കെ മാണിയാണ്. ഇത് 3 LDF ജാഥകളാണ്. ഇത് 3 ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ മുദ്രാവാക്യവുമായി കുളം പഠിച്ചു പായുന്ന ആകാശങ്ങളാണ്. എല്ലായിടത്തും പറയുന്ന കാര്യം രാഷ്ട്രീയമായ കാര്യം മാത്രമാണ്. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം കാർമേൻ S മാത്യു മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ആൻസി സിജോ, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ബൈജു, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കാവ്യ രഞ്ജിത്ത്, തൃശൂർ റീജിയൻ അസിസ്റ്റന്റ് ഡയറക്ടർ നവീന P, വിദ്യാഭ്യാസ ഓഫീസർ ശൈല T, വാർഡ് മെമ്പർ ബിന്ദു ഷാജു, പ്രിൻസിപ്പൽ CR ധന്യ, സ്കൂൾ ചെയർമാൻ ലിയോൺ ലിജോ എന്നിവർ സംസാരിച്ചു. JCI ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ഡ്രാഗൺ റൈഡ്, ഗോസ്റ്റ് ഹൗസ് തുടങ്ങി നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എക്സിബിഷനിൽ നിന്നും ലഭിക്കുന്ന ലാഭം കാരുണ്യ പ്രവൃത്തികൾക്കായി വിനിയോഗിക്കുമെന്ന് പ്രസിഡന്റ് ആന്റണി പാത്താടൻ, മറ്റ് ഭാരവാഹികളായ ഷാരോൺ പോൾ, പോൾ ചാക്കോ, അജിൽ ശിവ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സൈസ് വകുപ്പിൽ സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും മന്ത്രി. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെബിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ടറേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെബിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. UP വിഭാഗത്തിൽ കോട്ടാറ്റ് സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റത്തൂർ SKHS കിരീടം ചൂടി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.